അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികൾ, പരിശുദ്ധ റമദാനിലെ ഓരോ ദിനരാത്രികൾ തീർന്നു പോവുകയാണ്. അവസാനമായി നമുക്ക് വെറും 6 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെയും നോറ്റ നോമ്പിനെയും ഓതിയ ഖുർആനോത്തുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് റമദാൻ മാസം നമുക്ക് വേണ്ടി ഗുണകരമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഈ സമയത്ത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആയത്തിനെ സംബന്ധിച്ചാണ്. ഈ ആയത്ത് പരിശുദ്ധ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നമുക്ക് പാരായണം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ വലിയ നേട്ടമാണ് അതോടുകൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഈ ആയത്തുകളുടെ നേതാവാണ്. ഖുർആനിലുള്ള മറ്റുള്ള ആയത്തുകളുടെ നേതാവാണെന്ന് ഈ ആയത്തിനെ കുറിച്ചാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതേപോലെ തന്നെ ഈ ആയത്ത് ഇറങ്ങിയത് 80,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ഈ ആയത്ത് ഈ ഭൂലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. അതേപോലെ തന്നെ ഈ ആയത്തിനെ ഓതുന്ന വീടുകളിൽ ശൈത്വാനിൻ്റെ ശല്യം, ശൈത്വാനിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകൂല. അതേപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് ശൈത്വാനിൻ്റെ ഫിത്നയിൽ നിന്ന്, ശൈത്വാനിൻ്റെ വസ്വാസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും എല്ലാത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റിയ നല്ലൊരു ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്ത് ഓതുന്നവനിക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്ഥാനം ലഭിക്കും. ജനങ്ങൾ ഇദ്ദേഹത്തെ ആദരിക്കുന്ന തരത്തിൽ ആയിത്തീരും ഈ ആയത്ത് ഓതുന്ന ഒരുത്തനിക്ക് ലഭിക്കുന്ന പ്രതിഫലം. എന്നാൽ ഈ ആയത്ത് പരിശുദ്ധ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഓതിയാൽ പ്രത്യേകം പ്രതിഫലമുണ്ടെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഈ വിഷയം ഖസീനത്തുൽ അസ്റാറിലും ദുർറത്തുൽ നാസിഹീൻ എന്ന ഗ്രന്ഥത്തിലും അതേപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി ലൈലത്തുൽ ഖദ്രി കാന അഹബ്ബ ഇലല്ലാഹി തആല മിൻ അൻ യഖ്തമൽ ഖുർആന ഫീ ഗൈരിഹാ മിനൽ ലയാലി. ആരെങ്കിലും ഒരുത്തൻ ആയത്തുൽ കുർസി ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഓതിയാൽ, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ആയത്തുൽ കുർസിനെ പാരായണം ചെയ്താൽ, ഇത് എത്ര തവണമെന്നില്ല, ഒരൊറ്റ തവണ ആണെങ്കിലും ശരി. നമുക്കെയും ഹദ്ദാദ് ഓതുന്നവർ ആയത്തുൽ കുർസി ഓതിട്ടാണ് ഹദ്ദാദ് എടുക്കുന്നത്. അപ്പോൾ അവർക്കും ഈ പ്രതിഫലം ലഭിക്കും. എന്നാൽ കാന അഹബ്ബ ഇലല്ലാഹി തആല മിൻ അൻ യഖ്തമൽ ഖുർആന ഫീ ഗൈരിഹാ മിനൽ ലയാലി. മറ്റുള്ള രാത്രിയിൽ ഖുർആൻ മുഴുവനും ഖതമു തീർക്കുന്നതിനേക്കാൾ അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ആയത്തിനെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഓതുന്നവനോടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ മറ്റുള്ള ദിനരാത്രികളിൽ, മറ്റുള്ള റമദാനിലെ ദിനരാത്രികളിൽ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം, അല്ലാഹുവിനിക്ക് ഇഷ്ടം ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഒരൊറ്റ തവണ ആയത്തുൽ കുർസി ഓതലാണെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഒറ്റയിട്ട രാത്രികളിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഈ പുണ്യം നേടാൻ ഓരോരുത്തർക്കും സാധിക്കും. നമുക്കൊക്കെയും അറിയുന്ന ചെറിയൊരു ആയത്താണ്, ഓരോരുത്തരും എല്ലാ ദിവസവും ഓതുന്ന ആയത്താണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഓതാൻ മറക്കരുത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്റിനെ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.